മകളെ കണ്ട് സന്തോഷിച്ച് വിക്രം. അങ്ങനെ വിക്രത്തിൻ്റെ ചിന്ത ജയിലിൽ കിടക്കുമ്പോഴും നമ്മുടെ വേദയുടെയും കുഞ്ഞിൻ്റെയും കൂടെയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവരിതെവിടെയായിരിക്കും, വേദയും കുഞ്ഞും എവിടെയൊക്കെ ആയിരിക്കും പോയിരിക്കുക? ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എന്നെ കാണാനായിട്ട് വന്നില്ലല്ലോ വേദ എന്നൊക്കെ ചിന്തിക്കുന്ന വിക്രത്തെ കാണാനായിട്ട് കഴിയും. സത്യം പറഞ്ഞാൽ വേദ എന്തുകൊണ്ടായിരിക്കും തന്നെ കാണാൻ വരാത്തത് എന്ന് ചിന്തിക്കുന്നതും കാണാട്ടോ. ഇവിടെ വിക്രമാണെങ്കിൽ നല്ല രീതിയിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വേദ തൻ്റെ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ തനിയെ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമെങ്കിൽ നമ്മുടെ വിക്രത്തിനാണെങ്കിൽ വേദയുടെ ഓർമ്മ തന്നെയാണ് ഏതു നേരവും മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ വിക്രം വേദയെയും നമ്മുടെ വേദയുടെ ജീവിത സാഹചര്യത്തെയും കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ ഗീവർഗീസ് ഏട്ടനോട് ഒരു സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നും കാണാൻ കഴിയും. അപ്പോഴാണ് ഗീവർഗീസ് ഏട്ടൻ വിക്രത്തോട് ആ മഹാസത്യം വിളിച്ചു പറയുന്നത്. വിക്രം, വേദ ഇടുക്കിയിൽ നിന്നും പടിയിറങ്ങുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയായിരുന്നു എന്ന സത്യം. ആ സമയം വിക്രം ഒരു കാര്യം തിരിച്ചറിയുന്നു, തനിക്കൊരു മകൾ ജനിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ വിക്രം, ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഞാൻ ജയിലിലായതുകൊണ്ട് തന്നെ വേദ കുഞ്ഞിനെ സുഖമായി പ്രസവിക്കാൻ വേണ്ടി മാറി നിൽക്കുന്നതാണ് എന്ന് തിരിച്ചറിയുന്ന വിക്രം തൻ്റെ കുഞ്ഞിനെയും വേദയെയും കാണണമെന്ന ആഗ്രഹമുള്ള വിക്രം അങ്ങനെ ഒടുവിൽ ആ വലിയ കാര്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.